ശരത്തെ നമ്മുടെ രാഷ്ട്രം ഒരു പ്രതിസന്ധി നേരിടുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് പഹൽഗാം അറ്റാക്ക് നടക്കുന്നു. ഇതിനൊക്കെ ശേഷം രാഷ്ട്രത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇന്റലിജൻസ് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും പൗരന്മാർ അന്യരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ശത്രു രാജ്യത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന അന്വേഷണങ്ങൾ നടക്കുക സ്വാഭാവികമാണ്. അതുമായി ബന്ധപ്പെട്ട ഇൻപുട്സ് നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിനൊക്കെ വളരെ വ്യക്തമായി കിട്ടുകയും ചെയ്യും. അത് ഏറ്റവും ഒടുക്കം പഹൽഗാം അറ്റാക്കിനു ശേഷം ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു യുവതിയെ, ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരൊരു യൂട്യൂബ് വ്ലോഗറാണ്. കോവിഡ് സമയത്ത് സ്വന്തം ജോലിയൊക്കെ ഉപേക്ഷിച്ച് ട്രാവൽ വ്ലോഗിംഗ് ആണ് ജ്യോതിയുടെ പ്രധാന പരിപാടി. അപ്പോൾ ജ്യോതിനെ നമ്മുടെ പോലീസ് വിഭാഗം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നാണ്. ഇതൊരു നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഓൺലൈൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഒരു യൂട്യൂബ് വ്ലോഗറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശരത്, ഇപ്പോൾ ജ്യോതി മൽഹോത്ര എന്ന പേര് നമ്മൾ അതാണ് നോക്കേണ്ടത്. ഇപ്പം ഈ ഒരു സമയത്ത് മാത്രമല്ല, ഇതിന് മുൻപ് തന്നെ അത്ര വാർത്താ ചാനൽ വാർത്തയിലൊന്നും നിറങ്ങി നിന്നിട്ടില്ലെങ്കിൽ പോലും അന്ന് ഒരു മുന്നറിയിപ്പ് പോലെ വന്നിരുന്നു. അതായത് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, ഇവരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് NIAക്ക് ഒരു ഇതുണ്ട്. അത് സാധാരണക്കാരൻ്റെ ഒരു രീതി, അതായത് പാകിസ്ഥാൻ സന്ദർശിക്കുന്ന ഒരാൾ അവിടുത്തെ രീതികൾക്കനുസരിച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ്, പാകിസ്ഥാൻ ഇൻഫ്ലുവൻസ് അവരുടെ വ്ളോഗുകളിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പറഞ്ഞൊരു കാര്യമാണ്, ആർക്കും പറയാവുന്നൊരു കാര്യമാണ്. അതുപോലെ NIAക്ക് ഒരു മുന്നറിയിപ്പ് വരുന്നു. ശേഷം പഹൽഗാം അറ്റാക്കിന് ശേഷം ഈ ഒരു ജ്യോതി മൽഹോത്രയിലെ ആഴത്തിൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇത്തരത്തിൽ NIAക്ക് ഇത്തരത്തിൽ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ അന്വേഷണങ്ങളുടെ ഭാഗമാണ്. ഇതിൽ ജ്യോതി മൽഹോത്രയ്ക്ക് നേരിട്ട് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി അത് കൂടുതൽ തെളിയേണ്ടതുണ്ട്. എന്നാൽ പോലും പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് ജ്യോതിക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന തരത്തിലുള്ളതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നിൽക്കുക. കാരണം ഈ പാക്കിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ളൊരു ബന്ധം, അവരുടെ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവിടുത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല അവർ ഈ പാകിസ്ഥാൻ്റെ ഒരു രീതി മറ്റൊന്നും ഈ ഒരു രീതി കൂടിയാണ്. അതായത് ഇവിടുത്തെ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അത്രയും സ്വാധീനമുള്ളവർ അവരെ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ള രീതി, അവർ പർച്ചേസ് ചെയ്യുക എന്നുള്ള രീതി അവർ പണ്ട് മുതലേ ഉള്ളതാണ്. അത് ഈ വ്ളോഗർമാരാകുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയാനാണ്, ഈസി ടു ബൈ എന്നുള്ള രീതിയാണ് അവർ വരുന്നത്. മറ്റുള്ള ഇപ്പൊ നമുക്ക് അതൊരു പ്രധാന ട്രെൻഡ് ആണല്ലേ, അതായത് ബ്ലോഗിംഗ് എന്നതിനേക്കാൾ ഉപരി ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു ടാഗ് വരുന്നു. ഈ ജ്യോതിക്ക് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കി 370 ഉള്ള, അതായത് 33,70,000 ഫോളോവേഴ്സ് ഉള്ള ഒരു വ്ളോഗറാണ്. അവർക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അത്ര തന്നെ അവരെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ട്രാവൽ വിത്ത് ജോ എന്നാണ് ഇവരുടെ യൂട്യൂബിന്റെ പേര്. 2023 അത് കൊറോണയുടെ പീരീഡിന് ശേഷമാണ് ഇവർ ഈ ട്രാവലിംഗ്, അത് അന്നേരമാണല്ലോ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരുപാട് വ്ളോഗേഴ്സ് ബൂം ചെയ്യുന്ന സമയമാണ്. 2023 ജ്യോതി ആദ്യമായിട്ട് പാകിസ്ഥാൻ ഈ അവിടെ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഈ ഡാനിഷ് എന്ന പേരുള്ള ഒരു ആളെ ജ്യോതി പരിചയപ്പെടുന്നു. ഇത് നമുക്ക് കിട്ടിയ വാർത്തകൾ നിന്ന് മനസ്സിലാക്കി NIA ഇതുവരെ, അതായത് അവരെക്കുറിച്ച് പൂർണ്ണമായും കൊടുത്തിട്ടില്ല, എന്നാലും വെച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചാൽ ഡാനിഷ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുന്നു. ആളുടെ പേര് ഹഫ്സാൻ റഹീം എന്നായിരുന്നു. അവിടെ വെച്ച് രഹസ്യബന്ധം ആയിട്ടുണ്ടാക്കുന്നു. അതിനുശേഷം 2024 ജ്യോതി, ഒന്നാലോചിച്ച് തൊട്ട് പുറത്തെ വർഷമാണ്, അവിടെ ജ്യോതി പോയി വീണ്ടും പരിചയപ്പെടുന്നു. അലി അസാൻ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നു. ഇയാൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് വിങ്ങിന്റെ പ്രതിനിധിയാണ്. ജ്യോതി പ്രധാനമായും ചെയ്തതെന്ന് NIA കണ്ടെത്തിയത് ഈ പഞ്ചാബിലെയും ഹരിയാനയുടെയും കൃത്യമായിട്ടുള്ള വിഷ്വൽസ് വ്ളോഗേഴ്സ് ആണ്. അവര് സത്യത്തിൽ ഇപ്പം പഠിച്ചിറങ്ങിയ ജേർണലിസ്റ്റുകളെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനും ശരത്തുമൊക്കെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ നടത്തി അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകളാണ്. പക്ഷെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർ മീഡിയ പേഴ്സൺസ് എന്ന രീതിയിലാണ് അവർ ആക്ട് ചെയ്യുന്നത്. ആ ഒരു ടാഗ് ലൈനിൽ ജ്യോതി പഞ്ചാബിലെ ഹരിയാനയിലെ പ്രധാനപ്പെട്ട, അവിടെ നിന്ന് മാത്രമല്ല കേരളത്തിലും വന്നിട്ടുണ്ട്, മൂന്നാറിലും ആലപ്പുഴയും ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ജ്യോതിയെ കാണാം. ജ്യോതിയുടെ വീഡിയോ 1-2 ഞാൻ വെറുതെ കണ്ടുനോക്കി. പ്രധാനമായും ചെയ്യുന്നത് പാകിസ്ഥാനെ ഗ്ലോറിഫിക്കേഷൻ. പാകിസ്ഥാൻ മനോഹരമായൊരു രാജ്യമാണ്, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം രാമന്റെ എംബ്ലമുള്ള പതാകകളൊക്കെ വീശുക, അവിടെ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് പൂർണ്ണ അധികാരവും അവകാശമുണ്ട് എന്നൊരു ചിത്രം ഇന്ത്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ജ്യോതി പ്രധാനമായും ചെയ്തത്. നമുക്കറിയാം ഏറ്റവും അധികം ന്യൂനപക്ഷ വേട്ട നടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ ഭൂരിപക്ഷ മതത്തിനല്ലാത്ത, അതിൽ തന്നെ ഭൂരിപക്ഷത്തിൽ തന്നെ ന്യൂനപക്ഷ മതങ്ങളുണ്ട്. അഹമ്മദിയക്കാരും അവരെയൊന്നും ഇതുപോലെ തന്നെ പരിഗണിക്കുന്നേയില്ല. അപ്പോൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന, തട്ടിക്കൊണ്ടുപോകുന്ന, അല്ല കണക്കുകൾ നിരത്തി തന്നെയാണ് ഞാൻ പറയുന്നത്, തട്ടിക്കൊണ്ടുപോകുന്ന, അടിച്ചമർത്തപ്പെടുന്ന, മതപരിവർത്തനം നടത്തപ്പെടുന്ന പാകിസ്ഥാനെ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണ അധികാരവും അവകാശവും ഉണ്ടെന്ന തരത്തിൽ ചിത്രീകരിക്കുന്ന
ജ്യോതി അത്ര നല്ല ഇന്റൻഷനോടെ അല്ല അത് ചെയ്തതെന്ന് വളരെ വ്യക്തമാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരുടെ ഫോണൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് പാകിസ്ഥാൻ ഇത്ര ബുദ്ധിയുള്ളോ എന്നെനിക്ക് തോന്നി. കാര്യം അവരുടെ പേരുകൾ ഇപ്പം മനുജ എന്നുള്ള പേരിന് പകരം വേറൊരു പേരിട്ട് സേവ് ചെയ്യുന്നത് പോലെ ജ്യോതി അവരുടെയൊക്കെ പേരുകൾ മറ്റു പലരുടെയും പേരുകളാണ്. പക്ഷെ കൊടുത്തിരിക്കുന്ന ഫുട്ടേജുകളും വിവരങ്ങളും എല്ലാം ലോക്കലായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട വിഷ്വൽസും കാര്യങ്ങളും ചാറ്റുകളും ഒക്കെയാണ്. പ്രതിഫലം ഇല്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. സ്വന്തം രാജ്യത്തെ വഞ്ചിക്കുന്ന ഒരു രീതിയാണ് ജ്യോതി സ്വീകരിച്ചിട്ടുള്ളത്. എനിക്കൊന്ന് അന്വേഷണം എന്തായാലും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. മാത്രമല്ല ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇൻഫ്ലുവൻസർ എന്നൊരു വാക്ക് പറഞ്ഞു, അത് കറക്റ്റാണ്. അവര് ഇപ്പോൾ ആർക്കും എവിടെയും പോയി പറയാം. മാത്രമല്ല ഇൻഫ്ലുവൻസറിന്റെ മറ്റൊരു ഗുണം, ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹിസ്റ്ററി അല്ലെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, ജ്യോതി ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വരികയാണെങ്കിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം എന്ത്, അവിടുത്തെ പ്രധാന മതം എന്താണ് കൈകാര്യം ചെയ്യുന്നത്, അതൊന്നും ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അപ്പൊ ഈ പഹൽഗാം അറ്റാക്ക് പറ്റി കൂട്ടിയിണക്കി വായിക്കുമ്പോൾ എവിടെ സ്പോട്ട് ചെയ്താൽ കൃത്യമായ ഒരു ഇത് മൂവ് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് അവർക്ക് കൃത്യമായി കേന്ദ്രീകരിക്കാൻ പറ്റും. മതസ്പർദ്ധയ്ക്കുണ്ട്. അപ്പോൾ അവരെ നോക്കുക, ഇവിടെ ഇത്തരത്തിലെല്ലാം വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു മീഡിയ പേഴ്സൺ ഒന്നും ചിലപ്പോൾ പാകിസ്ഥാൻ ഇത്രയും ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല, അവരുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് തപ്പിക്കുക ജ്യോതി മൽഹോത്ര നൽകി അവിടെ പാകിസ്ഥാനിൽ പോയാലും കാണാൻ പറ്റും. അത് യൂണിവേഴ്സൽ ആണ്. അപ്പൊ അതാണ് പറ്റുന്നത്. അപ്പം നമ്മൾ തന്നെ പറയാതെ ഇപ്പൊ ഇതിനകത്ത് പബ്ലിക്കായിട്ട് ജ്യോതി തന്നെ ഇന്ത്യയുടെ ഒരു ചിത്രം വരച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ഇതായിരിക്കും കേട്ടോ, ഒരു മറയും കൂടിയാണല്ലോ. പറയാണ് അങ്ങനെയാണ്. അപ്പം മാത്രമല്ല ഇവർ സൗഹൃദം വഴിയാണ് ഇതെല്ലാം സ്ഥാപിക്കുന്നത്. അതായത് പറയുന്നില്ല പാകിസ്ഥാൻ നമുക്ക് അങ്ങനെയാണ് ലവ് ജിഹാദ് എത്രയൊക്കെ ഇല്ല എന്നൊക്കെ പറയുന്നത് പോലും ലവ് ജിഹാദ് ഇതിനകത്ത് മാത്രമല്ല പെൺകുട്ടികളെ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഇതിനകത്ത് സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് അവർ എടുക്കുന്നതും അതുപോലെയാണ്. ജ്യോതി ഒരു പക്ഷേ ഒരു സാധാ ഇന്ത്യൻ കുടുംബത്തിൽപ്പെട്ട സാധാരണക്കാരിയായിരിക്കും. അപ്പം എല്ലാ വിശ്വാസങ്ങളും ഉള്ളതായിരിക്കും. പക്ഷേ അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഇവർ മിടുക്കരാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ അവർ അങ്ങനത്തെ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് അവർക്ക് അവരുടെ ഒരു പരിധിയിൽ എത്തിക്കണം. നമുക്ക് അതിന്റെ ഉദാഹരണമാണല്ലോ ഇവിടെ എത്രയോ പെൺകുട്ടികൾ മതം മാറിപ്പോയതും അതിനനുസരിച്ച് ഇപ്പം മറ്റേ ആടിനെ മേയ്ക്കാൻ പോയതൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് റിപ്പോർട്ട്സുകളുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ISISലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയത്. അതൊക്കെ സാധാരണ കുടുംബത്തിൽ ജനിച്ച സാധാരണ മതവിശ്വാസം ഉണ്ടായിരുന്ന ആളുകളാണ്. ജ്യോതി ആ രീതിയിൽ അവരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും അതിന് റിട്ടേൺ ഗിഫ്റ്റുകളും ജ്യോതിക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ബാങ്ക് അക്കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് വരുന്നുണ്ട്. യൂട്യൂബ് വീഡിയോകൾ കയറുന്നതിനും അല്ലെങ്കിൽ ഇതിന് ശേഷവും കിട്ടുന്ന അതാണ് അതും കൂടെ നോക്കിയിട്ടാണ് ഈ NIA ഒക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. ബാങ്ക് ബാലൻസിൽ പെട്ടെന്നുണ്ടാവുന്ന വേരിയേഷൻ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴത്തേന് ജ്യോതി ഇതിനകത്തൊരു പങ്കുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ കൂടുതൽ അന്വേഷണം വേണം. എത്രത്തോളം ഇതിനകത്ത് ഒരു സാധാരണ ഇൻഫ്ലുവൻസർ അല്ല. ഷീസ് ടു മച്ച് ഗ്ലാമറസ് ഓൾസോ. അവര് ഗ്ലാമർ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നത് ഞാൻ അതിന് എതിർക്കുന്ന ഒരാളൊന്നുമല്ല, അതൊക്കെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഇൻഫ്ലുവൻസർ ടാഗിൽ വരുന്നത് കൊണ്ടാണ് ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകളെ സ്വാധീനിക്കുന്ന യൂത്തിനെ അട്രാക്ട് ചെയ്യുന്ന. അപ്പൊ പാകിസ്ഥാന് ലോകത്തിന് മുന്നിൽ പുതിയൊരു ചിത്രം കൊടുക്കുക. ഇപ്പം ഇന്ത്യയിലെ യുദ്ധം പാകിസ്ഥാന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നു. അതിനുശേഷം നടക്കുന്ന ഇന്ത്യക്ക് പാകിസ്ഥാൻ നടക്കുന്ന ചെറിയൊരു ഇതുണ്ട്. ക്രാഷിന്റെ സമയത്ത് ഇന്ത്യ യുദ്ധത്തിൽ തോറ്റു എന്ന് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ലോബി അല്ലെങ്കിൽ പാകിസ്ഥാൻ മീഡിയ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ പാകിസ്ഥാൻ ലോബി വളരെ കൃത്യമായിട്ട് ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജയിച്ചത് ഇന്ത്യയാണെങ്കിലും പാകിസ്ഥാൻ ലോബിയുടെ വാർത്തയും വാക്കുകളുമാണ് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നതും. അല്ലെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ഈ മീഡിയനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിന്റെ മറ്റൊരു വശം കൂടിയായി തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും അതൊരു മറ്റു ഉദാഹരണം പറയുമ്പോൾ ഇതിനകത്ത് സെലിബ്രിറ്റികളെ പാകിസ്ഥാൻ ട്രീറ്റ് ചെയ്യുന്ന രീതി അവിടെ നിന്നാണ് നമുക്ക് ഇതിനകത്ത് തന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ഷെയ്ദ് അഫ്രീദി, അതായത് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, അതുപോലെ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ബഹുഭൂരിപക്ഷം ആളുകളുമാണ് രംഗത്തിറങ്ങിയത്. എന്തുകൊണ്ടാണ് അവരിറങ്ങിയത്? കാരണം പാകിസ്ഥാൻ അറിയപ്പെടുന്നത് അവരിലൂടെയാണ്. കാരണം അങ്ങനെ ഒരു ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള പോലെയുള്ള ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളൊന്നും ഇല്ല. പാകിസ്ഥാൻ അറിയപ്പെടുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ ഇതിനപ്പുറം എന്ത് ചെയ്യാം? അപ്പം അവരുടെ നല്ല വശങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടി കുറച്ച് പേർ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോകകപ്പ് ഉണ്ടായപ്പോൾ ഏതായാലും മറ്റേ കുറേ പാകിസ്ഥാനി നടികൾ അല്ലെങ്കിൽ ഇന്ത്യൻ നടികളെല്ലാം കൂടെ ഒരു ഇത് വരുന്നുണ്ട്. ഞാൻ ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ തുണിയില്ലാതെ ഓടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെ തന്നെ വ്യക്തമായൊരു സ്ട്രാറ്റജിയാണ്. ഇതിനകത്ത് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസർ വഴി പാകിസ്ഥാന്റെ മേന്മ കാട്ടുകയും ഇന്ത്യയെ ഇകഴ്ത്തുകയും ചെയ്യുന്ന രീതി അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നുള്ള രീതി മാത്രമല്ല. ഇപ്പോൾ ഞാൻ രാവിലെ ഗോപാൽകൃഷ്ണൻ സാറിനോട് സംസാരിച്ചത് സാർ കുറച്ച് പറഞ്ഞ എനിക്ക് വളരെ പ്രധാനമായ പോയിന്റ്സ് ആയിട്ട് തോന്നിയത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ടിക്ടോക്ക്
അതുപോലെ തന്നെ ടെലഗ്രാം, ഈ ടിക്ടോക്ക് ഒക്കെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ ചൈനീസ് ഇങ്ങനത്തെയുള്ള മീഡിയ ലോകത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ അവർ എന്ത് ചെയ്യുകയാണ്, ഇപ്പം ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കി വിടാം, അല്ലെങ്കിൽ ഇന്ത്യ മോശപ്പെട്ടൊരു രാഷ്ട്രം എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ നമുക്ക് അപ്ഹറാൻഡ് ഇല്ലാത്ത ഒരു ഏരിയയാണ് മീഡിയ ഹാൻഡിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ കൂടി ഇന്ത്യ ഉയർത്തിക്കാട്ടുക, അതിന് ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിക്കുക എന്ന രീതി, അതിന് ഇന്ത്യക്കാർ പെട്ടുപോകുന്ന രീതി, എന്തായാലും അതൊക്കെ വളരെ കുറച്ചുകൂടി നേരത്തെ ഇത് കണ്ടെത്തുകയും വീഴ്ചകൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്തായാലും ഇനി ജ്യോതി മൽഹോത്രയ്ക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ മാത്രമല്ല, ഇവിടെയുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ പറയുന്ന സോക്കോൾഡ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഈ രീതിയിൽ ആളുകളെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് വരും വരാഴികകളെ നോക്കാതെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതൊരു താക്കീതായിരിക്കും.